ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ലോകത്തിനത്ര ആശ്വാസകരമല്ല. ലോകം നിശ്ചലമാകാൻ പോവുകയാണോ എന്ന ചോദ്യമാണ് ഈ വാർത്ത നൽകുന്നത്. അതായത് ലോകത്തെമ്പാടുമുള്ള പ്രധാനപ്പെട്ട എണ്ണ റിഫൈനറികൾക്കും ശുദ്ധീകരണശാലകൾക്കും ഒപ്പം തന്നെ അതിന്റെ വിതരണ കേന്ദ്രങ്ങൾക്കും ഒക്കെ നേരെ ആക്രമണം നടക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഒതുങ്ങുകയല്ല ഈ യുദ്ധമെന്ന് സാരം. അമേരിക്കയിലും റഷ്യയിലും അടക്കമുള്ള എണ്ണ സംഭരണശാലകൾക്ക് നേരെയും ആക്രമണം നടന്നിരിക്കുന്നു. അവയെല്ലാം ഭാഗികമായോ പൂർണ്ണമായോ തകർക്കപ്പെട്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ തകർക്കപ്പെട്ട എണ്ണ സംഭരണ വാതക സംഭരണശാലകൾ പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ തന്നെ എടുക്കുമെന്നിരിക്കെയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിലുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ തീ ആളിപ്പടരുന്നത്. ഇതുകൊണ്ട് തന്നെ ലോകം നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറമെ കൂടുതലായി കാണുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക്സാസിലെ പോർട്ട് ആർദറിലുള്ള കുറ്റൻ വലേറ റിഫൈനറി സ്ഫോടനത്തിൽ തകരുകയും അത് പൂട്ടിയിടുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി തന്നെ ലോകത്തെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ LNG സമുച്ചയമായ റാസ് ലഫാനിൽ, അതായത് ഖത്തറിലുള്ളതാണ്, അത് പൂട്ടിയിരിക്കുന്നു. 17% ഉൽപാദനം ഇതോടുകൂടി തന്നെ ഗ്യാസിന്റെ ഇല്ലാതായിരിക്കുന്നു. ഇറാനിലെ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് ഉൽപാദന കേന്ദ്രമായ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് തകർന്നു പോയത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ്. ഇതോടുകൂടിയാണ് ഇറാൻ സകല സമനിലയും തെറ്റിക്കൊണ്ട് വലിയ ആക്രമണം നടത്താനും മറ്റും ഇടയാക്കിയത്. ഈ സൗത്ത് പാർസിലെ ഗ്യാസ് ഫീൽഡിൽ നടന്ന സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെയായിരുന്നു. സൗദി അറേബ്യയുടെ സംരീഫ് റിഫൈനറി, കുവൈറ്റിന്റെ അഹ്മദി, മിന അബ്ദുള്ള തുടങ്ങിയ റിഫൈനറികൾ, UAEയുടെ റിഫൈനറികൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഇറാനിൽ നടത്തുന്ന ആക്രമണം, അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ എണ്ണ സമ്പത്തുണ്ടോ ആ എണ്ണ സമ്പത്തിന്റെ മുകളിലൊക്കെ മിസൈലുകൾ വാരിയിട്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു യുദ്ധമായി അത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ലോകത്തെ എല്ലാ പാടങ്ങളും, എല്ലാ എണ്ണപ്പാടങ്ങളും കത്തി തുടങ്ങുമ്പോൾ ലോകം നിശ്ചലമാകുമെന്ന് ഉറപ്പാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും ലോകത്തിന് സംഭവിക്കാമെന്ന്. പക്ഷേ നമ്മൾ കൊറോണ കാലത്തൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ലോക്ക്ഡൌണിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.